ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ രാവിലത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എണീച്ച ഉടനെ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് തോന്നിയത് ഒരു വ്ളോഗ് എടുത്ത് കളയാന്നുള്ളത്. അപ്പോൾ ഹസ്ബൻഡ് രാവിലെ തന്നെ ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് ചിക്കൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിന് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ്. ഫസ്റ്റ് ചിക്കനൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അമ്മ ഇപ്പോൾ വീട്ടിലില്ല. അമ്മയുടെ വീട്ടിലാണുള്ളത്. അതായത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ കസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇന്ന് സൽക്കാരം അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഞാൻ പോകുന്നില്ല എന്ന് വെച്ചു. കാരണം 2-3 ദിവസമായി നമ്മൾ ഫുള്ളും അവിടെ തന്നെയാണ്. അതായത് ഹൽദി, പിന്നെ അതിന് തലേന്ന് പിറ്റേന്ന് ഒക്കെ ആയിട്ട് നല്ല രീതിക്ക് ക്ഷീണം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേയധികം തുണികൾ വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പം വീട്ടിൽ അച്ഛനും ഹസ്ബൻഡും ഞാനും ധൻഷുവാണുള്ളത്. കുറച്ച് കഴിയുമ്പോൾ അച്ഛനും ഹസ്ബൻഡും അങ്ങോട്ടേക്ക് പോകും. നമ്മളെന്തായാലും പോകുന്നില്ല. ധൻഷുവിന് ചെറിയൊരു മൂക്കൊലിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അവൻ പാറുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുവാണ് കേട്ടോ. തൊട്ടപ്പുറത്തുള്ള കുട്ടിയാണ്. പാറുവിൻ്റെ അടുത്ത് കളിക്കാൻ വേണ്ടി പോകും. അപ്പോൾ അവനെ അവിടെ ഞാൻ കൊണ്ടാക്കി. അതിനുശേഷം എൻ്റെ പണികൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇതൊരു തിരക്ക് പിടിച്ച ഡേ തന്നെയാണ്. കാരണം ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം, കുറേ ഉണ്ട് നമുക്ക് വാഷ് ചെയ്യാൻ. കല്യാണത്തിന് നമ്മൾ 3 ഡേ നമ്മൾ അലക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ പോക്കും വരുത്തൊക്കെ ആയതുകൊണ്ട് തന്നെ തുണികൾ ഇഷ്ടം പോലെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ധൻഷുവിന് ലീവുമാണ്. അപ്പോൾ അവനെയും കൂടെ കെയർ ചെയ്യണം. അപ്പോൾ എല്ലാം കൂടി മാനേജ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ റൈസ് കുക്കറിൽ വെച്ച ചോറാണല്ലോ. അപ്പോൾ അത് തിളപ്പിക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിക്കൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ചിക്കൻ കറി വെക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പൊരിച്ചെടുക്കാമെന്ന് കൂടെ കരുതിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാനിവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് ഞാൻ ക്യാമറ ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ, ക്യാമറയിലേക്ക് നോക്കുന്നത്. വീഡിയോ ഓൺ അല്ലേ എന്നൊരു ഡൗട്ട്. പലപ്പോഴും എനിക്ക് സംഭവിക്കുന്നതാണ്, വീഡിയോ ചിലപ്പോൾ എന്താ പറയുക പ്ലേ ചെയ്ത് വെക്കാണ്ട് ഫോൺ അവിടെ വെച്ചിട്ട് ഞാൻ പോവും. ലാസ്റ്റ് പോയി നോക്കുമ്പോൾ വീഡിയോ ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് കേട്ടോ. മിക്കപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ്. ഇപ്പോൾ ഫസ്റ്റിൽ തന്നെ ഞാൻ ഉള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാട്ടിയെടുത്ത്, അപ്പോൾ അതൊക്കെ നന്നായിട്ട് എന്തൊക്കെയോ അതിൽ ചേർക്കേണ്ടതൊക്കെ ചേർത്തതിന് ശേഷം ചിക്കനും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒന്ന് ഡ്രൈ ആക്കിയത് അതൊന്ന് ഞാൻ വരട്ടെ. ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. ഇത് നമ്മൾ വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യാം. അപ്പം അതിനിടയ്ക്ക് ചോറ് വെന്തോ എന്നുള്ളതും കൂടെ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എന്താ ഇവിടെ വെച്ചിട്ടുണ്ട്, അതൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ കറിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തേങ്ങ ഇട്ടത് അധികം ആർക്കും ഇഷ്ടമില്ല. നമ്മൾ തേങ്ങ ഇടാണ്ടാന്ന് വെക്കുക. അപ്പോൾ ഞാൻ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ധൻഷു ബേബി തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്തോ അവന് തിന്നാൻ വേണ്ടി കൊടുത്തിട്ട് ഇതെങ്ങോട്ടേക്ക് വരികയാണ്. ധൻഷുവിന് പിന്നെ ഞാൻ എപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാലും അവൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു പൊടിക്കൈ അതിലേക്ക് ചേർക്കുക എന്നുള്ളത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എന്തോ ഡിലീറ്റ് ആക്കാനൊന്നും തോന്നിയില്ല. അപ്പം അവനെടുത്തതല്ലേ ഇരിക്കട്ടെ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ കൂടെ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് പറ്റിയില്ല. ഇനി നമ്മളെ കിച്ചണും അതുപോലെ തന്നെ ഗ്യാസ് അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഗ്ലാസിൻ്റെ മേലെയൊക്കെ ഇതുപോലെ തുണി കൊണ്ട് ക്ലീൻ ചെയ്തതിനാണ് നല്ലത്. നമ്മൾ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കുന്നതാണെങ്കിൽ നല്ല ക്ലീൻ ആവുമല്ലേ. അപ്പോൾ അതൊന്നും ചെയ്യാറില്ല. കാരണം നമ്മളിവിടെ ഉപയോഗിക്കേണ്ടതാണല്ലോ. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്ന് അത് പൊരിച്ചെടുക്കുക. അതായത് നേരത്തെ കുറച്ച് ചിക്കൻ ഞാൻ ചെറിയ പീസാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലേന്ന് കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പം അവിടെ നിന്ന് അവിയൽ, പച്ചടി ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ചിക്കൻ ഫ്രൈയും. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ഉച്ചയൂണ്. ഞാനും ധൻഷു മാത്രമേ ഉള്ളല്ലോ ഫുഡിന്. അപ്പോൾ ഞാനിത് അടിച്ചു വാരുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം. എന്നിട്ട് ഇനി അലക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ധൻഷു ബേബി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഫുഡ് കഴിച്ചു. എല്ലാം എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് വൈകുന്നേരത്തെ സമയത്താണ്. അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വരുമ്പം അവിടുത്തെ സൽക്കാരത്തിൻ്റെ അവിടുന്ന് കുറച്ച് ഫുഡും എടുത്തിട്ടാണ് വന്നേക്കുന്നത്.
പായസവും അതൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അത് അൻഷു ബേബിക്കാണ് ഞാൻ ആ ബിരിയാണി കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് പ്ലാൻ സെറ്റാക്കി വെക്കണം. അപ്പോൾ അതൊക്കെ ഞാനിവിടെ നിന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ വരച്ച പ്ലാന് ഹസ്ബൻഡിനും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കാണ് കേട്ടോ. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യണമല്ലോ, പ്രസൻറ്റ് ചെയ്യേണ്ട ഡ്രോയിങ് ആണല്ലോ. അപ്പോൾ അത് ഒക്കെ പുള്ളി നോക്കുന്നുണ്ട്. ഇത് അൻഷു ബേബി ഇതാ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി ആയിട്ടുണ്ട്, നമ്മൾ കിടക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇവരെ മെയിൻ പരിപാടിയാണ് ഇപ്പം എപ്പോഴും വണ്ടി ഓടിച്ച് കളിക്കുക എന്നുള്ളത് കേട്ടോ. അത് ഡ്രൈവറെ നേരെ ഓടിക്കും വണ്ടി. എത്ര ക്ലച്ച് ഉണ്ട്? എന്ത് ഒരു വണ്ടിക്ക് 3 ക്ലച്ചാ? അപ്പൊ ബ്രേക്കോ? എല്ലാം നീ ഒപ്പരം ചോട്ടു? ഈ 3 ക്ലച്ചും ബ്രേക്കും എല്ലാം നീ ഒപ്പരം ചോട്ടുവാ? അതെങ്ങനെയാ പറയാറാ? അപ്പൊ ആക്സിലേറ്റർ ആരാ കൊടുക്കുക? ആരാ ആക്സിലറേഷൻ കൊടുക്കുന്നയാളാ? എനിക്ക് ടോട്ടൽ എത്ര കാലുണ്ടപ്പോ? ബൈപ്പറിലിടൂ? മഴയുണ്ടെങ്കിലേ ബൈപ്പറിടൂ.